അപ്പോൾ നമ്മൾ പ്രശസ്തമായിട്ടുള്ള എല്ലോറ കേവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ദ വേ ആണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 1500 വർഷം പഴക്കമുണ്ട് ഇതിന് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും ചരിത്രകാരന്മാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ്. ചിലപ്പോൾ അതിന് മുന്നേ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ബുദ്ധന് ശേഷമാണ് ബുദ്ധിസ്റ്റ് വികാരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത് വളരെ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നു. എന്നാൽ ഭയങ്കര വെയിലായിരിക്കും. അവിടെ രാവിലെ പോരുക എന്നുള്ളതെന്ന് ഗൂഗിൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോരുകയാണ്. ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലോറ കേവ്. ഭയങ്കര ഒരു വിസ്മയമാണിത്. അതായത് ആ പാറ അവിടെ നിന്ന് വലിയൊരു മലയിടുക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഉണ്ടാക്കി വെച്ചത്. ഏകദേശം ഒരു 10,000 വർഷത്തോളം ഇതിനെ കണ്ടുപിടിക്കപ്പെടാതെ കിടന്നിട്ട് ഏതൊരു സായിപ്പല്ലേ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു നായാട്ട് വന്നപ്പോഴാണ് കാണുന്നത്. ഇതാണ് കാണുന്നത്. എൻട്രൻസ് എന്ന് തോന്നുന്നു അല്ലേ? അതാണ് എൻ്റെ എൻട്രൻസ്. മേളിൽ നിന്ന് കൊത്തിയെടുക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ മുകളിലോട്ട് കയറാൻ പറ്റും. ആ സൈഡിലുള്ളതാണ് ഗുഹകൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് അടുത്ത് ചെന്നിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ കേവിലേക്ക് എത്തുകയാണ്. ആ സൈഡിൽ നിന്ന് കൊത്തി ഇറക്കിയിട്ടുള്ള രീതിയിലാണ് ഇതുള്ളത്. നല്ല മെഷീൻ കട്ടിങ് പോലെയാണ്. എന്നുവെച്ചേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇത് കേവ്സ് ആണ് കണ്ടോ. കൈലാസനാഥ ടെമ്പിളാണ് ലാസ്റ്റ് കാണേണ്ടത്. നമുക്കതിൻ്റെ മുകളിൽ ഇപ്പോൾ പോവാം. മുകളിൽ നോക്കാം. കാരണം വെച്ചാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ കയറാൻ പറ്റില്ലല്ലോ. ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് ശേഷം നമുക്ക് ആദ്യം മുകളിലോട്ട് പോകാം. ഇതാണ് കേവ്, ഗുഹകൾ ഇതിനുള്ളിൽ ആണെന്ന് തോന്നുന്നല്ലേ. ശരിക്കൊരു വിസ്മയമാണ് ഈ സാധനം കേട്ടോ. സംഗതി പാറ ഇങ്ങനെ ആക്കി എടുക്കുന്നത് തന്നെയാണതാണ്. നിങ്ങൾ ഇവിടെ കയറി പോകണോ? ഓ ഇതിൽ കയറി നോക്കണോ? എന്തുകൊണ്ടുണ്ടെന്ന് കയറി നോക്കാം. പക്ഷെ അവിടെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, അതിൽ കയറാം. ആൾക്കാർ കയറുന്നുണ്ട്. നെറ്റ് വെച്ച് കവർ ചെയ്ത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. മേലെയുള്ള വ്യൂ കിട്ടണമെങ്കിൽ അവിടെ ഗുഹയുണ്ടെന്ന്. എന്താ ഓക്കെ ഗൈസ്, ഫൈനലി ഇവിടെയും നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കുറച്ച് സ്മൗട്ട് മുഴുവൻ കാണുള്ളൂ. കൊത്തിയെടുത്ത രീതിയിലുള്ള അത് നല്ല രീതിയിൽ വൃത്തിക്കാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. നമ്മളെ നാഷണൽ ഹൈവേയൊക്കെ പണിയെന്ന് കാണുമ്പോൾ സൈഡിലുള്ള കല്ലൊക്കെ പൊട്ടിച്ച് കണ്ടിട്ടുണ്ട്. അതങ്ങനെ എന്താ പറയുക, ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ ഈ വലിയ പാറ കൃഷ്ണൻ കൊത്തിയെടുത്തിരിക്കുന്നത് ഒരു മെഷീൻസ് ഒന്നും ഇല്ലാണ്ടല്ലേ ചെയ്തല്ലേ? മെഷീൻസ് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അന്ന് മെഷീൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം മെഷീനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്ട്രാറ്റജീസ് ആയിരിക്കും. ആ ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന അമ്പലമില്ലേ, കൈലാസനാഥ ടെമ്പിളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കത് താഴെ ചെന്ന് കാണാം. മേലെ നിന്നിട്ട് അതിൻ്റെ ഒരു വ്യൂ കൂടെ നോക്കിയിട്ട് താഴത്തേക്ക്, അവിടെ നിന്നുള്ളൊരു വ്യൂ കൂടെ നോക്കിയിട്ട് നമുക്ക് താഴെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങാം, അകത്തേക്ക് അങ്ങനെ ഇറങ്ങാം. മുകളിൽ നിന്ന് കൊത്തിയെടുത്തിട്ടുള്ള രീതിയിൽ ഇത് പണിയാൻ സാധിക്കുള്ളൂ. കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇങ്ങനെ കിടക്കുന്ന ഒരു മലയാണല്ലോ ഇത്, കല്ലുകളാണല്ലോ. മുകളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആ കല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി ഒരു അഡീഷണൽ കല്ല് പോലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല, ഒന്നും കൂട്ടിച്ചേർക്കപ്പെട്ടില്ല. അതുമാത്രമല്ല അതിൻ്റെ പിക്ചറുകൾ അങ്ങോട്ട് കാണിച്ചിരുന്നു. മുകളിലുള്ള സൂം ചെയ്ത് നോക്ക്. ഓരോ കൊത്തുപണികളും ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വ്യത്യസ്തത, അത്ഭുത വ്യത്യസ്തത. അത് മാത്രമല്ല അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഭയങ്കര പെർഫെക്ഷനോട് കൂടി ചെയ്തിരിക്കുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പോലും സംഭവിക്കാതെ, ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവല്ലോ പാറക്കഷ്ണം. പക്ഷെ അങ്ങനെ പോലും പറ്റാണ്ട് അവരത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അമേസിങ്. മുകളിൽ നിന്നൊരു വ്യൂ കൂടെ എടുക്കാം അല്ലേ? ഏറ്റവും മേലെ പോയിട്ടില്ലേ? ഗോ. ഇത് കേവ് 16A ആണ്. കേവ് നമ്മൾ തുറന്നിട്ടില്ല.
അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. വവ്വാലുകളാണ്. വവ്വാലുകളുടെ കാഷ്ടത്തിൻ്റെ സ്മെല്ലുണ്ട്. ഇവിടേക്ക് പോവാം. കല്ലുകൾ കൊണ്ട് തന്നെ കല്ല് മാത്രം കുത്തിട്ട് അവർക്ക് അവിടെ സെറ്റപ്പാക്കി ഇടിച്ചിരിക്കുക. എല്ലാം ഈ ഒരു പാറയെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കുന്നത് തോന്നുന്നല്ലേ. നമുക്ക് പാറ അമേസിംഗ്. കുടിവെള്ളത്തിനുള്ള സെറ്റപ്പായിരുന്നു ഇത്. കുടിവെള്ളത്തിനുള്ള സെറ്റപ്പാണ് തോന്നുന്നില്ല. പക്ഷേ എന്തായി വൃത്തി ഇപ്പോൾ വൃത്തികേടായി. നമ്മുടെ അടുത്ത് വൃത്തികേടായില്ലേ. അതായത് ശിവലിംഗമുണ്ട്. ഇത് ആക്ച്വലി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. കുറച്ചൊക്കെ ഡാമേജ് ആയിപ്പോയെങ്കിലും പക്ഷെ മറ്റേ കല്ല് കണ്ടില്ലേ എത്ര മിനുസപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇന്ന് മെഷീൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നു. ഇതും വെള്ളം നിറഞ്ഞ് വൃത്തികേടായി കിടക്കുകയാണ്. ആക്ച്വലി വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കണം അത്. വന്നോ? അപ്പം നമ്മുടെ കൂട്ടത്തിൽ വഴികാട്ടിയായിട്ട് പറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലാവുന്നതിന് മുന്നേ നമുക്ക് എത്തണം. കമോൺ 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 വന്നോളൂ. ഇവിടെ കുറച്ച് യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞ മേലത്തെ വ്യൂ. മേലെ ഇനിയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ വ്യൂ കിട്ടില്ല. ഏറ്റവും മേലെ ഇതാ പൊട്ട്. ഇത് മുകളിൽ നിന്നല്ലാണ്ട് കുത്തി ഇറക്കാൻ യാതൊരു കാരണവശാലും സാധിക്കില്ല. കാരണം ഫ്രണ്ടിലെ പോർഷൻ കൊത്തി വരുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കിയ ആളുകൾ ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രശസ്തരായിട്ടുള്ള 1000 എഞ്ചിനീയർമാരോട് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഓൾമോസ്റ്റ് 18 വർഷം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 18-20 വർഷം എടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു സംഗതി ചെയ്യില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില കൊത്തുപണികൾ നമുക്ക് നോക്കാം. ഭയങ്കര ആർട്ട് വർക്കുകളാണ് എൻ്റെ മുകളിൽ മുതൽ ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ പാറക്കഷ്ണം കൊത്തിയെടുത്ത് മാറ്റിയത് മാത്രമല്ല, അത് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് സിമെൻറ്റും മണലൊക്കെ ഉപയോഗിക്കുന്നത് ഇവർ യാതൊന്നും ഉപയോഗിച്ചില്ല. അനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു കളഞ്ഞു എന്നുള്ളതല്ലാണ്ട് ഇതിൽ കാണാൻ പറ്റും. ഓരോരോ പിക്ചറുകളും അതും ആ പാറയിൽ തന്നെ ഒരു കഷ്ണം പാറ അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടില്ല. കുറച്ചുകൂടെ മുകളിലെത്തി നോക്കിയുള്ള വ്യൂ ആണിത്. നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് പാറയെടുത്ത് മാറ്റിയതിന് ശേഷമാണോ അത് പണിതത്, അതായത് പണിതുകൊണ്ട് പാറയെടുത്ത് മാറ്റിയോ, എന്തായാലും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ പോയി ഇതിൻ്റെ ഇപ്പോൾ ടോപ്പിലെത്തി. ഇവിടെ നിന്നാണ് ഇവർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വാവ്, ഓഹോ പേടിയാവുന്നുണ്ടല്ലേ നോക്കുമ്പോൾ തന്നെ. ഓ, ഇത് നമ്മുടെ വർക്കാണ് കേട്ടോ. മറ്റേതാണ് എടാ. ആക്ച്വലി ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വേറെ അഡ്വഞ്ചർ ഉണ്ടെന്നല്ലേ. ഒരു അഡ്വഞ്ചർ മൂഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാളൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കര ഫേമസ് ആണല്ലോ, ആരും കാണാൻ വരാൻ താല്പര്യമില്ലെന്നോ. അതപ്പം ചൂടൊക്കെ ആയതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ഇതാണ് എൻ്റെ വ്യൂ.
ഇതിവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. 1870 ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ കണ്ടെത്തിയത്. അതുവരെ ഇത് ആളുകളൊന്നും താമസിക്കാത്ത സ്ഥലമായിരുന്നു. അതിന് മുന്നേ ഒരുപാട് ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇതിലൊരു ഇതിനുള്ളിൽ കുറച്ച് കേവ്സൊക്കെ കണ്ട് നമ്മൾ അതിനുള്ളിലോട്ട് കയറുന്നുണ്ട്. ഇത് മുകളിലത്തെ വ്യൂ ആണ്. നമ്മൾ വെയിൽ വരുന്നതിന് മുന്നേ എടുക്കുന്ന ഒരു വ്യൂ ആണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഒരിക്കലെങ്കിലും നമ്മളിത് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. കൊത്തുപണികളാണ് മുഴുവനായിട്ടും. അതേ ഒരേ കല്ലിൽ തന്നെ ഒരു ചെറിയ കഷ്ടം പോലും അടന്നു പോകാതെ അത്രയും വൃത്തിക്ക് അവർ കൊത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ? വാട്ട് എ ബ്യൂട്ടി. അതിൻ്റെ ഒരു ഹോൾ പിക്ചർ. അപ്പോൾ അതിൽ നമുക്ക് നല്ല ടാസ്ക്കാണ് അതിൽ ഇറങ്ങിപ്പോകാൻ. ആ സൈഡിൽ കൂടെ തന്നെ പിടിച്ച് പോകണം. പേടിച്ച് കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പുറത്തൂടെ പോകാൻ തോന്നുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിൽ പോവാം. അതിൽ പോലെ എന്നാൽ അപ്പം ഞങ്ങൾ തിരിച്ച് ഇതിൽ ചാടിയാൽ പോരെ? ഇത് ചാടി മതിൽ ചാടി ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തന്നെ എന്തായാലും വലം വെച്ച് പോകുന്നുണ്ടെന്നില്ലേ, ചുറ്റും കറങ്ങി നടന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ. ഇത് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സിമെൻറ്റിന് ഉണ്ടാക്കിയത്. അതൊക്കെ കണ്ടറിയാം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇല്ലടാ. ബ്ലോക്ക് എവിടെ? ഒരു ബ്ലോക്കാണെന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ. പക്ഷേ ആ സൈഡിൽ കൂടെ പോകാം. കുറച്ച് അഡ്വഞ്ചറാണ് നമ്മൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യം കുറവൊന്നുമില്ല. പേടിയുണ്ടോ? പേടിയില്ല. ഇതിൻ്റെ പുറത്ത് നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. ഞാൻ ഉള്ളിലോട്ട് പോയി കാണാം. അതാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്. ഇതിപ്പോൾ പുറത്തെ വ്യൂ അല്ലേ കണ്ടേ? ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നടക്കാം. അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അവിടെ എന്താ അത് അജന്ത കേവ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അജന്ത കേവ് ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇന്ന് ക്ലീനിങ് ആണ് അങ്ങോട്ട് പോകണമെങ്കിൽ. സോ അജന്ത കേവ് ഇന്ന് ക്ലീനിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി എല്ലാവരും കേവിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. അവിടെയും കേവുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ കുറേ കേവുണ്ട്. ആദ്യം ഏതൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളതിൻ്റെ റൂട്ട് മാപ്പാണ് നമ്മൾ മിസ്സായത്. നമുക്കൊരു ചേട്ടൻ തന്നത്. നമ്മളതിൻ്റെ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ അവിചാരിതമായി നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിരിക്കുന്നു. സാരല്ല, തിരിച്ചു പോകുമ്പോൾ കിട്ടും. പക്ഷെ എന്നാലും ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഗൈഡും ഇല്ല, ഇങ്ങനെ കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ കുറച്ച് കേവ്സ് ഉണ്ട്. കുറച്ച് ബുദ്ധിസ്റ്റ് കേവ്സ്, ജൈനിസ്റ്റ് കേവ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കൈലാസനാഥ് ടെമ്പിൾ. നമുക്ക് ഇവിടുത്തെ കണ്ടിട്ട് അങ്ങോട്ട് പോയാലോ? ഇവിടുത്തെ കണ്ടിട്ട് പോയാൽ പോരെ? ഇവിടുത്തെ 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 കണ്ടിട്ട് പോകാം. അതല്ലേ എൻ്റെ നല്ലത്. അതാണ് എൻ്റെ ശരിക്കുള്ള കാര്യം. നമ്മൾ ഒരു ബുക്ക് മേടിച്ച് മറന്നു പോയതുകൊണ്ട് അടുത്ത ചേട്ടൻ വന്നപ്പം ബുക്ക് മേടിച്ചിട്ടില്ല. കേവ് നമ്പർ 16. നമ്മൾ ആദ്യം പോകുന്നത്. അടിയിൽ കേവ് ഉണ്ടോ? നോക്കാം. അതാ എന്തൊക്കെയോ അതിൻ്റെ മാപ്പ് കാണിക്കുന്നുണ്ട്. മാപ്പോ? അവിടെ മാപ്പ് വരച്ചിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ പ്ലാൻ. എല്ലാവരുടെ കേസ് ആ പ്ലാൻ പണിയാൽ വെള്ളമാണ്. ഇവിടെയാണ് വെള്ളം നിറയ്ക്കുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു. ഇതിനകത്ത് നിറച്ച് മീനാ? മീനുണ്ടല്ലോ. ഗപ്പിയാണത്. മീനല്ലത്, മേലെയുള്ള വേറെ എന്തോ അല്ലേ? ഓ മീനുണ്ടല്ലോ അല്ലേ? നിറച്ച് മീനത്. മീനാണോ? മീന പക്ഷേ വൃത്തികേടാക്കി കുപ്പിയൊക്കെ എടുത്ത്. ഗപ്പിയാ?
അപ്പോൾ ഇവർക്ക് വെള്ളത്തിനുള്ള സൗകര്യമായിരിക്കും ഇല്ലേ? വെള്ളം കുളിക്കാനുള്ളതായിരിക്കുമോ? മഴവെള്ളമല്ലേ ഇവർ സംഭരിക്കുക, അത് കുടിക്കാനുള്ളതായിരിക്കും. ഇപ്പോഴല്ല, അന്ന്. എല്ലാം തൊട്ട് നിൽക്കും. ഇത് അമ്പലമാണോ? ഇത് കേവ് നമ്പർ 16 ആണ്. ഇതാണ് ഗുഹ 16. പോവുകയാണെങ്കിൽ മനോഹരമായുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതാണ് കേവ്സ്. ഗുഹകളിലൂടെ സെറ്റായിട്ട് ഒരു സൈഡിൽ പോയപ്പോൾ നമുക്ക് ഈ സൈഡിൽ പോവാം. ഇവിടെ ആകുമ്പോൾ ഇവിടേക്കുള്ള ചിത്രങ്ങളാണിത്. അതേ കലയിൽ തന്നെ ചേർത്തിട്ടുള്ള ചിത്രമാണ്. ആ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെത്തിയെടുത്ത് പിന്നെ അതിനുള്ള ചിത്രങ്ങളൊക്കെ വരച്ച്. ഇവിടെ ഏകദേശം എത്ര പണിക്കാരുണ്ടാവും ഇടാന്ന്? ഏകദേശം ഒരു 10,000 മണിക്കൂറെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ തീരുമോ? ഇത് കോർഡിനേറ്റ് ചെയ്ത ആളായിരിക്കും, ആരായിരിക്കും? അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടതല്ലേ. ഏത് രാജാവിൻ്റെ കാലത്താണെന്നെങ്കിലും അറിയോ? 700-ലാണ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ഓരോ രാജാവിൻ്റെ. ഇത് മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഞാൻ ഇവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ. സ്വാമിക്ക് നമുക്ക് ഇവിടെ ഇരുന്നോ? ഇല്ല, ഇതിങ്ങനെ ഒരു സാധനം കേവ് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഇരിക്കാനുള്ള പാകത്തിനാണ് തോന്നുന്നത്. യെസ്, അതിന് മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് സ്പേസ്. ബുദ്ധിസ്റ്റുകളുടെ മെഡിറ്റേഷൻ സെൻ്റർ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സംഗതി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നടന്നു കയറി പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തി. ഇവിടെ ശിവലിംഗമാണുള്ളത്. അപ്പുറത്തല്ല നമുക്ക് കയറുന്നത്. ശിവനെ ആരാധിക്കുന്നതാണ്. ശിവനെ ആരാധിക്കണമെങ്കിൽ ഇത് മറ്റേ ക്ലാസിഫൈ ചെയ്തതിൽ ഹിന്ദു മതത്തിൻ്റെ സാധനമായിരിക്കുമല്ലോ അല്ലേ? ഹൈന്ദവ കേവ്സ് അല്ലേ ഇത്? അതെ, ഇത് കൈലാസനാഥ ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ പേരില്ലേ കൈലാസനാഥ ടെമ്പിൾ? 3 രീതിക്കാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ജൈന മതത്തിൻ്റെ ക്ലാസിഫൈ ചെയ്തതല്ല, ഇതിനുള്ളിലുള്ള പിക്ചറുകൾ വെച്ച് പറയുന്നത് ആണ്. ഈ സ്റ്റെപ്പൊക്കെ പണ്ടത്തെ സ്റ്റെപ്പാട്ടോ. ആ കല്ലിൽ തന്നെ കൊത്തി സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സിമെൻറ്റൊക്കെ എൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് വിചാരിക്കുന്നു, കാണാൻ വേണ്ടിയിട്ട്. അതെ, ഓ, ഇവിടെ പ്രതിമകളാണ്. ഇതിപ്പോൾ ആരാ? പാർവതിയാണോ? ആ ബുക്കുണ്ടായിരുന്നു, അത് പോയി, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഗണപതിയാണ്. ഗണപതിൻ്റെ തലേക്ക് പോയി കുറേ വർഷങ്ങളായില്ലേ. ആരൊക്കെ എന്തൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അല്ലെങ്കിൽ ഇതൊക്കെ കഷ്ടപ്പെട്ടു. ഇതൊക്കെ ശരിക്കും അടർത്തി കൊണ്ടുപോയ പോലെ തന്നെ ഉണ്ട്. കൊണ്ടുപോയതല്ല, തല്ലി തകർത്ത്. അത് ചില ആളുകൾ വരുമ്പോഴേ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊളിച്ചളഞ്ഞേക്കാന്നൊക്കെ ചോദിച്ചേ. പൊളിച്ചു കളയുന്നോ? അടിച്ച് ചേർത്തായിരിക്കും. അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട്. എന്നാൽ ഇങ്ങനെ പടർന്നു പോകില്ല അല്ലേ? ഇത്ര വർഷങ്ങളായില്ലേ. സ്ത്രീകളാണോ കൂടുതലുള്ളത്? അതേലോ, ഇത് മൊത്തമുള്ള സ്ത്രീകളാണ്. സ്ഥലമാണ്. മെഡിറ്റേഷൻ ഇരിക്കണ്ടോ? മെഡിറ്റേഷൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറണം. അതല്ലെങ്കിലും എന്തെങ്കിലും ഒരു നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണല്ലോ. ഇതാണ് ഇവിടെയുള്ള പിക്ചറുകൾ നമുക്ക് നോക്കാം. അത് അമ്പലത്തിൻ്റെ പുറത്തുള്ള കൊത്തുപണികളാണ്. ഓ, ഇത് രാമായണമാണോ? ഏതോ ഒരു കഥയാണ്, രാമായണ കഥയാണെന്ന് തോന്നുന്നല്ലേ? ഏതോ ഒരു യുദ്ധക്കഥയാണ്. മേലെ തേരും ആനയൊക്കെ കാണുന്നുണ്ട്. അതെ അതെ അതെ.
ഇതിലും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ആ കല്ല് കൊത്തി ഇറക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് ഇതിവിടെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്. അതാ ഒരു ആന ഉണ്ട്, അതെല്ലാം ആന തന്നെയാണെന്ന് തോന്നുന്നല്ലേ. ആന, സിംഹം. സിംഹമാണത്. എന്തായാലും ബിൽഡിങ്ങിനെ താങ്ങി നിർത്താനുള്ള സ്ട്രെങ്ത്തുള്ള സംഗതികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മളിത് ചുറ്റുപാടും ആദ്യം കണ്ട്. ഇതിന് അപ്സ്റ്റെയറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതവിടെ നിന്ന് അങ്ങോട്ട് കുത്തിയെടുത്തിട്ട് ഇമ്പോസിബിൾ അല്ലേ? കാണാൻ തന്നെ കുറേ സമയം എടുക്കും എന്തായാലും. ആത്മാരാമാനന്ദ ഇതൊക്കെയാണ് മച്ചാന്മാരെ ഇവിടുത്തെ വ്യൂ. അതിൽ ഓരോ ചിത്രപ്പണികളാണ്, മുകളിൽ മുതൽ ചിത്രപ്പണികളാണ് മുഴുവനും ഉള്ളത്. താഴ്ഭാഗത്ത് കുറേയൊക്കെ ഇതൊന്നും ആരും നശിപ്പിച്ചതല്ല, കാലപ്പഴക്കത്തിൽ പോയതാണ്, പൊളിഞ്ഞു പോയതായിരിക്കണം. 10,500 വർഷമായില്ലേ. കയറി ഇരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള സെറ്റപ്പാണിത്. വെള്ളം ഒഴുകി താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇതാ ഡ്രെയിനേജ് സിസ്റ്റമാണിത്. അന്നത്തെ വെള്ളം അങ്ങ് പുറത്തെത്തും അല്ലേ. ഞാൻ കൊത്തിയെടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ടേ അത് കണ്ടേ, ആനയും സിംഹവും കൂടി അടിപൊളി തോന്നുന്നു. അത് സപ്പോർട്ടിങ് ആണ്, ബിൽഡിങ്ങിന് സപ്പോർട്ട് നിൽക്കുന്നത്. അങ്ങനെ സാധാരണ ഇതിൽ ആനയെ നിർത്താറുണ്ട്, ആനേൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പോഴാണ് ആ കട്ടിങ്ങിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നത് അല്ലേ. നല്ല വൃത്തിക്കാണ്. നേരത്തെ നമ്മളിൻ്റെ മേളിലാണ് പോയി നിന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിൽക്ക് കണ്ടോ. ഇതിനുള്ളിലോട്ട് വന്നിട്ട് ഇവിടെ മുഴുവനും ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചത് ഉണ്ട്. സ്റ്റെപ്പൊക്കെ ഇത് മോഡേൺ ആണെന്ന് തോന്നുന്നല്ലോ. ഇത് നമ്മളുണ്ടാക്കിയ സ്റ്റെപ്പാണ്. ഇവിടെ എല്ലടാ അങ്ങനെ ഇതാ സൈഡിലുള്ള കുറേ കൊത്തുപണികളാണ്. നിർബന്ധമായിട്ടും എല്ലാ എൻജിനീയർമാരും കണ്ടിരിക്കേണ്ട ഒരു വർക്കാണിത്. കാരണം ഇത്രയും നല്ലൊരു എൻജിനീയറിങ് എന്താ പറയുക, സ്വപ്നങ്ങളിൽ മാത്രം, സ്വപ്നത്തിൽ പോലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ വർക്കാണ്. ഒരു പ്രാവശ്യമെങ്കിലും അത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അത് കുറച്ചുകൂടി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ, നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിരുന്നു. അപ്പോഴാണിത് മനുഷ്യരല്ല, എന്താ പറയുക, അന്യഗ്രഹ ജീവികളുണ്ടാക്കിയ പോലെ ഒക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ അത്രയും വർക്കാണ്. ഇത് കാണുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഏകദേശം കണ്ടില്ലേ, എല്ലാ ഇതിലും കംപ്ലീറ്റ് വർക്ക്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ കേവ്സ് ഉണ്ട്. അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാത്തതിനാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അതാ ശിവനും പാർവതിയാണ്. ശിവനും പാർവതിയാണ്. 10 തലയുള്ളതാണ് രാവണനാണ്. 10 തലയുള്ള രാവണനായിരിക്കുമല്ലോ. ഇത് രാവണനാണ് അല്ലേ? 1 2 3 4 5 6 7 8 9 തലയാണ്. ശിവലിംഗമുണ്ട്. 4 അടിയിൽ വേറെ ആരും താങ്ങി നിൽക്കുന്നുണ്ട്. അത് ഹനുമാനായിരിക്കും. ഹനുമാനല്ലേ താങ്ങിയിരിക്കുന്നത്. ചട്ടികളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയാവാനാ ചാൻസ്. ഓക്കെ, ഇത് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കൊത്തിയെടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. പിന്നെ ബുദ്ധിസ്റ്റിക്കേഴ്സ്, ചൈനീസ്റ്റിക്കേഴ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. അതൊക്കെ അപ്പുറ സൈഡിലാണ്. ഇത് ടെമ്പിളിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളത് പണിയായിരുന്നു. വഴിയുണ്ട്, ഇപ്പുറത്തൂടെ വഴിയുണ്ടല്ലേ. പണ്ട് ഞാൻ ഇതിലൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സൈഡൊക്കെ മൊത്തം ആനയാണ് കേട്ടോ. ആനയും പിന്നെ വേറെ എന്താ ഒരു സംഗതി കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ആനയല്ല, സ്ട്രോങ് ആയിട്ടുള്ള സാധനം വേറെ ഏതാണല്ലേ? കടുവ, സിംഹം. സിംഹവും കടുവയൊന്നുമില്ല. അതുണ്ട് അവിടെ. ഏതാ ഉദ്ദേശിച്ചത്? അവിടെ അത് സിംഹം തന്നെയല്ലോ കേട്ടോ. സിംഹമാണോ? സിംഹത്തിനെ പോലെ ഉണ്ട്. ആന അല്ലാണ്ട് ഈ ചങ്ങായി മാത്രമേ ഉള്ളൂ ഇവിടെ. സിംഹമാണോ അല്ലേ? സിംഹമായിരിക്കുമോ?
എടാ ഇത് ഇങ്ങനെ കഴുത്തിൽ എന്തൊക്കെയുള്ള സിംഹമാണോ നല്ലത്? ആ സിംഹമാണെന്ന് തോന്നുന്നു. എന്ന് തോന്നുന്നുണ്ട്. സിംഹമാണോടാ അങ്ങനെ നിൽക്കുന്നത്? എടാ ഇത് കൊമ്പൊക്കെ ഉള്ള സാധനം അത്. ഏത്? അതുണ്ടോ? സിംഹത്തിന് ആന പിടിക്കുകയാണ് കാലിൽ. ആന കാലിൽ പിടിക്കുന്നു? ഇതാ. എടാ ഇതിങ്ങളെ കാലിൽ പിടിച്ചെന്താണെന്നറിയോ? എന്തിനാ? ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഇത് എന്തോ ഒരു കഥയാണ് പറയുന്നത് അല്ലേ? ഇത് കഥയല്ല. ഈ സിംഹം ആന മാത്രമായിട്ടുള്ളത് ഒരു സപ്പോർട്ടിങ് ആണ്, ബിൽഡിങ്ങിൻ്റെ സപ്പോർട്ടിങ് ആണ്. ഫ്ലോർ അല്ലേ ബിൽഡിങ്ങിന് താങ്ങി നിർത്തുന്നത്. അങ്ങനെയാണ്. സോമനാഥ ക്ഷേത്രമില്ലേ നമ്മുടെ മൈസൂരിലെ, അതിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പം അന്നത്തെ ഗൈഡ് എനിക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ സ്റ്റോറി. അത് ഓരോ ചെറിയ ചെറിയ സാധനങ്ങളിൽ ഒരു സ്റ്റോറി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരും. അത് ഇവിടെയൊക്കെയാണെങ്കിലും എല്ലാ സ്ഥലത്തും കൊത്തുപണിയാണ്. കൊത്തുപണികൾ എന്ന് ചിത്രപ്പണികൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. കുറേ നാളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. 7 അത്ഭുതമാണ്, ഇത് 8ാമത്തെ അത്ഭുതം എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊക്കെ പറയാം. ഇത് നല്ലൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റോണിൽ തന്നെ കൊത്തിയതിലൊരു സാധനം എനിക്ക് തോന്നുന്നു വേൾഡിൽ വേറെ ഇല്ലല്ലോ. പാറ തുരന്ന് ബിൽഡിംഗ് ഉണ്ടാക്കുക, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അമ്പലത്തിലേക്ക് പ്രവേശിക്കുക അല്ലേ? പ്രതിമകൾ, ചിത്രങ്ങൾ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല, അവിടെ കയറിയില്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വൃത്തിക്ക് അറിയില്ല. അവിടെ ചുറ്റും മാത്രമല്ലേ വന്നുള്ളൂ? ചുറ്റിയതാ. അപ്പോൾ ഞങ്ങൾ ചുറ്റി നടക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ ചുറ്റിയാലുണ്ടോ അതൊരു വലിയൊരു ആന. ആനയെന്ന് തോന്നുന്നു. ക്ലൈംബ് ഓവർ ആനേൻ്റെ പുറത്ത് കയറുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മേലെ കയറിയത് മതളകു ആനക്ക്. ഓ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് കയറാൻ പറ്റില്ല. കുറേ സ്ഥലങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു? കയറുകയാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട് കയറാൻ പറ്റിയിട്ട്. ഇതിൽ കയറി നോക്കാം. ഇതല്ലേ കൈലാസനാഥ ടെമ്പിൾ. പക്ഷെ ഗുഹകൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല. കേവ്സ് അപ്പുറത്താണ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് ആദ്യം അല്ലേ? അങ്ങനെ സൈഡിലാണ് കേവ്സ് ഉള്ളത്. അതാണ് ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റാണ് തോന്നുന്നത് ഇത് വിസിറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ആർക്കിടെക്ചറായിട്ടുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കണം. ഈ കല്ലിൽ തന്നെ കൊത്തിയെടുത്ത് ഇതാണ് കൈലാസനാഥ ടെമ്പിൾ. ഇതിനുള്ളിൽ ഫുൾ ചിത്രപ്പണികൾ തന്നെയാണ്. മൊബൈലിലടക്കം എന്ത് ചായങ്ങളൊക്കെ തേച്ചിട്ടതാണ്. ഇപ്പോൾ മാഞ്ഞു പോയി കഴിഞ്ഞാലും എൻ്റെ കളറൊന്നും അങ്ങനെ ഒന്നും പോയിട്ടില്ല. 1500 വർഷം എന്നൊക്കെ പറയുമ്പോഴേ കളർ പോകണ്ടല്ലേ? ലൈറ്റിങ് കുറവാണ്. ബട്ട് ആക്ച്വലി എല്ലാം വലിയൊരു തൂണുകളാണ്. അടച്ചോനെ, ഈ തൂണുകളും ഈ പാറയുടെ ഒരു ഭാഗമാണ്. അതുമാത്രമല്ല അതിലുള്ള വർക്കാണ്, ആർട്ട് വർക്കാണ്. ഇതൊക്കെ 20 വർഷം കൊണ്ട് എങ്ങനെ അവർ ചെയ്തേ? നമുക്കിത് കൂടെ ഒരു തൂണുണ്ടാക്കാൻ പറഞ്ഞ് 20 വർഷം കൊണ്ട് ഉണ്ടാക്കില്ല. അപ്പോഴാണ് ഇതുപോലെ ഒരു അമ്പലം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 1 ലക്ഷം പണിക്കാരെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത്ര നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര തൂണുകളുണ്ട് ഇവിടെ? കുറേ തൂണുകളാണ്. അതിനുള്ളൊരു ശിവലിംഗമുണ്ട്. ഓ ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. ഇവിടെയൊക്കെ വർക്കുകളാണുള്ളത്. പക്ഷേ ലൈറ്റിംഗ് ഇല്ല. ഒരു ലൈറ്റ് പോലും ഇരുട്ടില്ല. ഇതിനകത്തേക്ക് എങ്ങനെയാണ് കറണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷെ അവിടെ ഒരു ലൈറ്റ് ഉണ്ടല്ലേ? ലൈറ്റിംഗ് ആണോ? അത് നാച്ചുറൽ ലൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ലൈറ്റിംഗ് അല്ല ബൾബ് ഇട്ടിട്ടുണ്ട്. ലൈറ്റിംഗ് ആ ശിവലിംഗം കാണാൻ വേണ്ടിയാണ്. വലിയൊരു ശിവലിംഗമാണ്. ഇതാണ് കൈലാസനാഥ ടെമ്പിൾ. മനോടെ യെല്ലോറ കേവ്സിനെ കുറിച്ച് ഒന്ന് മിനിറ്റ്. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല അല്ലേ? നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ കണ്ടത് കണ്ടോ? അവിടെയൊക്കെ ഉണ്ട്.
അതൊക്കെ എയർ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. അതിനുള്ളിൽ മെഡിറ്റേഷൻ സെൻറ്റർ ഒക്കെ ആയിരിക്കണം, ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെയാണ്. എങ്കിലും അതിന് എയർ വെന്റിലേഷൻ, ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഈ കല്ലിനുള്ളിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ആർട്ട് വർക്ക്, ആർട്ടോട് ആർട്ട്. ദെൻ നമ്മളിങ്ങനെ പോകുമ്പോൾ കൈലാസനാഥനെ വണങ്ങുന്നൊരു പശു. ആ ശരിയാണ്, കൈലാസനാഥൻ്റെ മുമ്പിൽ എപ്പോഴും പശു ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പശു. പക്ഷേ ഈ പശുവിൻ്റെ മുതുകത്ത് എന്തോ ഉണ്ട്, ചങ്ങലിട്ട് വെച്ചിരുന്ന മുതുകത്ത്. അത് അങ്ങനത്തെ പശുവാണ് അത്, മുതുകത്തിൽ ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന പശു അല്ലേ? പശുവാണത്. വെച്ചൂര് 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 അവിടെ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതാ അവിടെ ഉണ്ട് കണ്ടോ, അവിടെ. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. എന്താണെന്ന് അറിയില്ല, വെറുതെ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുകയാണ് അല്ലേ. നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. അവിടെ അടച്ചിട്ടിരിക്കുന്നുണ്ട്, അവിടെ ഗുഹയിലോട്ട് കയറുന്ന എൻട്രൻസിന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനുള്ളിൽ കയറി എല്ലാവരും ഇറങ്ങി എങ്ങനെ ഉറപ്പ് വരുത്തവർ? ഇറങ്ങി ഇറക്കുന്ന കുഴപ്പം അവിടെ ഇരുന്നില്ല. അങ്ങനെ ഔട്ട് സൈഡ് എത്തി. സിറ്റ് ഔട്ട്, ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഓ, ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പുറത്തേക്ക് നോക്കാം, ഒരു സിസ്റ്റം അല്ലേ അല്ലേ. ഇതെല്ലാം ഈ ഒരൊറ്റ പാറയിലാണ് കുത്തിയെടുത്തിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു പാറ അഡീഷണലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റെപ്പിൽ ഒരു ആർട്ട് വർക്ക് ഉണ്ട്. സ്റ്റെപ്പിൽ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസൈനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല നമ്മൾ. അപ്പം വാ, വീണ്ടും അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ. താഴെ ഇറങ്ങിയിട്ടില്ല. ഇതൊരു ആനേൻ്റെ രൂപമായിരുന്നു, പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ്. നിർബന്ധമായിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച. നിർബന്ധമല്ല, താല്പര്യമുള്ളവർ. നിർബന്ധമാണ്, താല്പര്യമുള്ളവർക്ക് നിർബന്ധമായിട്ട് കാണാവുന്നത്. ഓക്കെ, അപ്പം അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ എൻജിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പാറ അല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. കുറേ സാധനങ്ങൾ കാണാനുമില്ല അല്ലേ. ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ ഈ പരിസരത്തൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും പാറ പൊടിച്ചെടുത്തതിൻ്റെ കഷ്ണങ്ങൾ. അത് പിന്നെ കുറേ വർഷങ്ങളായതുകൊണ്ട് പോയിട്ടുണ്ടാവും, എന്നാലും പാറ പോയില്ലല്ലോ അല്ലേ. എങ്കിൽ കൂടിയും ഇതിനകത്ത് വേറെ ഇവിടുന്ന് ഈ മലയിൽ നിന്ന് കുറച്ച് പാറ കഷ്ണങ്ങൾ എടുത്തു കളഞ്ഞെന്നല്ലാണ്ട് ഇവർ വേറൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു സാധനം കൊണ്ടുവന്നിട്ട് ചേർത്തിട്ടില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കുറേ സാധനങ്ങൾ അഴുക്ക് ചാല് അല്ലേ. ആ, എല്ലാ കാര്യവും പക്ക സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് നല്ല ഇറങ്ങി കേവ്സിലേക്ക് പോട്ടെ.